ഞാൻ ഇത് എഴുതുന്നത് ഒരു ഭ്രാന്താശുപത്രിയിൽ വച്ചാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. എനിക്ക് വല്ലാത്ത മെന്റൽ ഷോക്ക് ഏറ്റിട്ടുണ്ടെന്നും ഇവിടെ കുറെ ദിവസം താമസിക്കുന്നത് നല്ലതാണെന്നും ആശുപത്രിയിലെ സൂപ്രണ്ട് പറയുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ? ആ വാക്ക് ഉപയോഗിക്കാൻ മടിച്ചിട്ടാണോ മെന്റൽ ഷോക്ക് എന്ന് പറഞ്ഞത്? ആയിരിക്കാം. വാക്കുകൾ കൊണ്ട് ചെപ്പടി വിദ്യകൾ കാണിക്കുന്നവരാണ് നാം. വ്രണങ്ങൾ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിയാനാണ് നമുക്ക് ആഗ്രഹം. കുഷ്ഠത്തിന് നാം ഹാൻസന്റെ രോഗം എന്ന് പേരിടുന്നു. അപ്പോൾ തനിക്കിറുക്കിന് മെന്റൽ ഷോക്ക് എന്ന പര്യായവുമാകാം. എനിക്ക് കിറുക്കൊന്നുമില്ല. പക്ഷേ അങ്ങനെ വെട്ടിത്തുറന്ന് പറയാൻ ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ സംശയാതീതമാവണ്ണം ഭ്രാന്ത് പിടിപെട്ടവർ താമസിക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് അവർക്ക് ഭ്രാന്തില്ലെന്നാണ്. അങ്ങനെ പറയുന്നത് തന്നെ ഭ്രാന്തിന്റെ ലക്ഷണമാണത്രേ. ഞാൻ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഇന്നലെ ചന്ദ്രശേഖരൻ ഇവിടെ വന്നിരുന്നു. വളരെ നേരം കളിയും തമാശയും പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് ചന്ദ്രശേഖരൻ വിചാരിക്കുന്നുണ്ടോ? അവന്റെ കളിയും ചിരിയും എനിക്ക് ഉത്സാഹമുണ്ടാക്കാനുള്ള പരിശ്രമമായിരുന്നോ? പിരിയുന്നതിന് മുമ്പ് അവൻ ചോദിച്ചു, ഇവിടെ നിന്നും വേഗം പുറത്തു വരണമെന്നില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവന്റെ മുഖം വാടി. നിനക്ക് വേഗം സുഖമാകും, ഭയപ്പെടാതിരിക്കൂ, അവൻ പറഞ്ഞു. ഞാൻ പൊട്ടിച്ചിരിച്ചു. ഭയമോ? എനിക്കോ? ആ യക്ഷിയമ്പലത്തിനും അടുത്ത് വെച്ചുണ്ടായ സംഭവത്തെ അതിജീവിച്ച എനിക്ക് ഭയമോ? ചന്ദ്രശേഖരൻ ഇറങ്ങിയപ്പോൾ ഞാൻ കൈതട്ടി വിളിച്ചു. എനിക്ക് കുറെ കടലാസ് വേണം, എന്റെ പേനയും. വരുമ്പോൾ കൊണ്ടുവന്നില്ല. നടന്ന സംഭവങ്ങളൊക്കെ എഴുതി വെക്കണമെന്നുണ്ട്. സമയം പോകാൻ വേണ്ടി മാത്രമല്ല, മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാനും കൂടിയാണ്. എന്റെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നുന്നു. ഇന്ന് രാവിലെ കാൽ റീം വെള്ളക്കടലാസും പേനയും ചായ പെൻസിലുകളും ചന്ദ്രശേഖരൻ ഇവിടെ എത്തിച്ചു തന്നു. ഞാൻ വല്ലപ്പോഴുമൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. അക്കാര്യം അവൻ ഓർമ്മിച്ചിരിക്കുന്നു. എത്ര നല്ലവനാണവൻ! ഈ ഒരു സഹായം ചെയ്തതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. കോളേജിലെ സ്റ്റാഫ് അംഗങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അവനാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് കോളേജിൽ ചേർന്നത്. അവൻ ബോട്ടണി ലെക്ചററാണ്. എന്റെ വിഷയം രസതന്ത്രമാണ്. കടലാസും പേനയും ചായ പെൻസിലുകളും വന്നു ചേർന്ന് അല്പം കഴിഞ്ഞപ്പോൾ ആശുപത്രി സൂപ്രണ്ട് എന്റെ റൂമിൽ വന്നു. എന്താ, എഴുതാനും വരയ്ക്കാനും ഭാവിക്കുകയാണോ? ചന്ദ്രശേഖരൻ പറഞ്ഞു. അദ്ദേഹം സംസാരിച്ചു. എന്റെ മനസ്സിലുള്ളത് മുഴുവൻ കടലാസിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ, ഞാൻ പറഞ്ഞു. കൊള്ളാം, ഗോ എഹെഡ്. പ്രോത്സാഹിപ്പിക്കാനെന്ന വണ്ണം എന്റെ മുതുകിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. നല്ല മനുഷ്യനാണ് ഡോക്ടർ. എനിക്കിവിടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. വെളിയിൽ നിന്നും എനിക്ക് ആഹാരം കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എനിക്ക് മാത്രമായി ഒരു മുറി തന്നിരിക്കുന്നു. ഒരു കട്ടിലുണ്ട്. പിന്നെ മേശയും കസേരയും. എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ മാത്രമല്ല, ഒരു അത്ഭുതം കൂടിയാണെന്ന്. എത്രയോ കാലമായി ഭ്രാന്തന്മാരുടെ സൂപ്രണ്ടാണ്. എന്നിട്ടും പുഞ്ചിരിക്കാനും തമാശ പറയാനുമുള്ള കഴിവ് കളഞ്ഞു കുടിച്ചിട്ടില്ല. അതൊരു അത്ഭുതമല്ലേ? ഒരു പക്ഷേ അദ്ദേഹം ഭാവനാസമ്പന്നനായിരിക്കേയില്ല. അതുകൊണ്ടാവണം ഭ്രാന്തിന്റെ ലോകത്തിൽ സ്വസ്ഥ ബുദ്ധിയുടെ ഒരു ദീപസ്തംഭം പോലെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. ഭാവന ചിലപ്പോൾ നമ്മുടെ ശത്രുവായി തീരാം. ഭാവനയുടെ മൂർധന്യത്തിന് ഭ്രാന്തെന്ന് പേരിട്ടുകൂടെ? അദ്ദേഹം പോയ ശേഷം ഞാൻ കസേരയിൽ ചെന്നിരുന്നു. കുറെ കടലാസുകൾ നിവർത്തി വെച്ചു. പേന എടുത്തു. എഴുതാൻ തോന്നിയില്ല. ഒരു പടം വരയ്ക്കണമെന്ന് തോന്നി. ഞാൻ ചായ പെൻസിലുകൾ എടുത്തു. അതിവികൃതമായ ഒരു മുഖമാണ് ഞാൻ വരച്ചത്. ഭയാനകമായ ബീഭത്സമായ ഒരു മുഖം. അതിനെ മുഖമെന്ന് വിളിക്കാമോ? ഒരു മുഖത്തിന്റെ പ്രേതമെന്ന് വേണമെങ്കിൽ വിളിക്കാം. ചലിക്കുന്ന ഒരു തലയോട്. അതിന്റെ ചുവടെ ഞാൻ എഴുതി, സെൽഫ് പോർട്രേറ്റ്. എന്തുകൊണ്ടെന്നോ? ഈ കടലാസിൽ രൂപം കൊണ്ട മുഖം എന്റേതാണ്. പണ്ട് എന്ന് വെച്ചാൽ ഏതാണ്ട് 1.5 കൊല്ലം മുമ്പ് എന്റെ മുഖം സുന്ദരമായിരുന്നു. മാംസം കൊണ്ട് പൊതിയപ്പെട്ടതായിരുന്നു. ചുവന്നു തുടുത്തിരുന്നു. എന്റെ സൗകുമാര്യം എത്രയോ ആളുകളുടെ അസൂയയ്ക്ക് പാത്രമായിരുന്നു. കോളേജ് കുമാരികൾ പെറുപിറുക്കുന്നത് കേട്ടിട്ടുണ്ട്. ശ്രീനി സാർ എത്ര ഹാൻസം ആണ്! കുറെ നേരം ഞാൻ ചിത്രത്തിൽ നോക്കിയിരുന്നു. പിന്നീട് അത് ചുരുട്ടിക്കുട്ടി തറയിലെറിഞ്ഞു. എന്തിനാണ് ഞാൻ എന്റെ മുഖം കടലാസിൽ പകർത്തുന്നത്? രേഖകളും വർണ്ണങ്ങളും ഉപയോഗിച്ച് അതിന്റെ വൈരൂപ്യം പ്രകടമാക്കാൻ എനിക്ക് വൈഭവം പോരാ. അതുകൊണ്ട് ഞാൻ എഴുതാൻ തുടങ്ങുന്നു. എന്റെ മുഖത്തെപ്പറ്റി തന്നെ. 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ലബോറട്ടറിയിൽ പ്രവൃത്തിയെടുക്കുമ്പോൾ ആസിഡ് നിറച്ച് ഒരു ഫ്ലാസ്ക് പൊട്ടിത്തെറിച്ചു. ഞാൻ കുനിഞ്ഞു നോക്കി നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. 2 കൈയും കൊണ്ട് ഞാൻ മുഖം പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ തറയിൽ വീണു. ഉരുണ്ട് പിടച്ചു. കണ്ണുകൾ നഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇടത് കവിളിലെ മാംസം ആസിഡ് കാർന്നു തിന്നു കളഞ്ഞു. ആഴത്തിൽ തന്നെ. വലത് കവിളിൽ അത്ര തന്നെ പറ്റിയില്ല. 4 ആഴ്ചക്കാലം ആശുപത്രിയിൽ ചെലവാക്കിയ ശേഷം മുഖം നിറയെ ബാൻഡേജുമായി പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ എന്റെ ഡോക്ടറോട് ചോദിച്ചു, വല്ലത്ത സ്കെയർ ഉണ്ടാവുമോ ഡോക്ടർ? അങ്ങനെ ആ 4 ആഴ്ചക്കാലം ഞാൻ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ഒരേ മറുപടിയാണ് ഡോക്ടർ പറഞ്ഞു പോന്നത്, നോട്ട് മച്ച്. അത്രയധികം ഉണ്ടാവില്ല. ആ മറുപടിയിൽ തന്നെ കിട്ടി. ഒരാഴ്ച കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് മടങ്ങി ചെല്ലാൻ പറഞ്ഞു. ആശയ്ക്ക് വഴിയില്ലെന്ന് എനിക്ക് തോന്നി. ഇടത് കവിളിൽ ആഴത്തിൽ തന്നെ ദശ പോകും. മുഖത്തിന് ബീഭത്സഭാവം നൽകുന്ന വടുക്കൾ അവിടെ പ്രത്യക്ഷപ്പെടും.
വലത് കവിൾ വലിയ ഛേദം പറ്റാതെ രക്ഷപ്പെട്ടേക്കാം. മൂക്കിന്റെ നടുവിൽ ഇടയ്ക്കിടെ സൂചി കയറ്റുന്നത് പോലെ വേദനിച്ചു. ആശുപത്രിയിൽ വച്ച് ബാൻഡേജ് അഴിച്ചു കെട്ടുമ്പോഴെല്ലാം ഒരു കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മുഖം കാണാൻ തിടുക്കമായിരുന്നു. തരമായില്ല. മുഖം അനാവരണം ചെയ്യുമ്പോൾ പഴയ ബാൻഡേജിന്റെ ചുരുളുകൾ അഴിയുമ്പോൾ ഡോക്ടർ അദ്ദേഹത്തിന്റെ കണ്ണട എടുത്തു മാറ്റാറുണ്ടായിരുന്നു. രസം പുരട്ടിയ കറുത്ത ചില്ലുള്ള കണ്ണടയാണ്. അതിന്റെ ചില്ലുകളിൽ മുഖം നോക്കാം. അദ്ദേഹം എന്നോട് ദയ കാണിക്കുകയായിരുന്നു. അവസാനം വരെ ഒളിച്ചു കളിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ മുഖം നിറയെ ബാൻഡേജുകളുമായി വീട്ടിലെത്തി. പ്രധാന നിരത്തിൽ നിന്നും പിരിഞ്ഞ ശേഷം ആളുകളെ ബുദ്ധിമുട്ടിക്കണമെന്ന മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെ അനന്തമായി വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒരു ഇടവഴിയുടെ വക്കത്താണ് എന്റെ വാടക വീട്. ആ ഇടവഴിയിൽ കടക്കുമ്പോഴെല്ലാം കുട്ടികളുടെ മാസികകൾ കാണാറുള്ള ഒരു പ്രശ്നചിത്രം ഓർമ്മ വരും. ചിത്രത്തിന്റെ ചുവട്ടിൽ ഇടതുമൂലയിൽ ഒരു കുട്ടി നിൽക്കുന്നു. മുകളിലെ വലതു ഭാഗത്ത് ഒരു വീടുണ്ട്. ഇടയ്ക്ക് അഴിഞ്ഞു വീണ ഒരു നൂലുണ്ട പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒട്ടേറെ പാതകൾ. ഒരു നൂല് പോലും മുറിച്ചു കിടക്കാതെ കുട്ടി വീട്ടിലെത്തണം. എന്നെ അന്വേഷിച്ച് വീട്ടിൽ ആദ്യമായി വരുന്ന പരിചയക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട്, നൂലിൽ കുരുങ്ങാതെ വന്നെത്തി എന്താ? നാട്ടിൽ നിന്നും ഒരു വൈപ്പുകാരൻ പയ്യനെ ഞാൻ കൊണ്ടുവന്നിരുന്നു. ആശുപത്രിയിലായപ്പോൾ അവനെ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് എന്നെ സ്വാഗതം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഗേറ്റ് തുറന്ന് ഞാൻ അകത്തു കടന്നു. വീതി കുറഞ്ഞ മുറ്റത്ത് കാട് പോലെ പുല്ല് വളർന്നിരുന്നു. വലതുഭാഗത്ത് മൂലയിൽ നിന്നിരുന്ന പാലമരത്തിന്റെ തടിയിൽ ആരോ ആഞ്ഞു വെട്ടിയിട്ടുണ്ട്. തോലിളകി നിൽക്കുന്നു. അടുത്തുള്ള കുസൃതി കുട്ടികൾ ആരെങ്കിലും പറ്റിച്ച പണിയാവണം. വെട്ടേറ്റ ഭാഗത്ത് പാലമരത്തിന് വടുക്കളുണ്ടാവും, എന്റെ മുഖത്ത് നിന്ന പോലെ. എന്റെ ഓഫീസ് മുറിയിൽ ഞാൻ കയറി. എങ്ങും പൊടിയും മാറാലയുമാണ്. എങ്ങനെ ഇത്രയും പൊടിയും ചിലന്തി വലയും വന്നുകൂടി? ആൾതാമസമില്ലെങ്കിൽ മേൽനോട്ടമില്ലാത്ത കുട്ടികളെ പോലെ മുറികൾ തോന്യാസം കാണിച്ചു കളയും. തെങ്ങുകളെ പറ്റി അമ്മ പറയാറുള്ള കാര്യം ഞാൻ ഓർമ്മിച്ചു. ആളുകളുടെ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന തെങ്ങുകൾ നല്ല ഫലം നൽകുമത്രേ. അതുകൊണ്ടാണ് വീടുകൾക്കരികിൽ നിൽക്കുന്ന തെങ്ങുകൾ നല്ലപോലെ കായ്ക്കുന്നത്. കെട്ടിടങ്ങൾക്കും വേണമായിരിക്കും മനുഷ്യന്റെ ശബ്ദവും ചൂടും. ജനലിന്റെ കർട്ടൻ ഞാൻ നീക്കി. വലിയ ജനാലയാണ്. 4 കണ്ണാടിപ്പാളികളുണ്ട്. ഓരോന്നും പ്രത്യേകം തുറക്കാം. അവയ്ക്ക് പിന്നിൽ നെടുകെ കമ്പിയഴികളുണ്ട്. ജനലിന് സമീപം ഒരു റോസാ പടർപ്പ് നിൽക്കുന്നു. 2 കൊല്ലം മുമ്പ് ആരോ തന്ന ഒരു റോസാക്കമ്പ് ജനലിന് വെളിയിൽ മുറ്റത്ത് കുത്തി നിർത്തി. പിന്നെ അതിനെപ്പറ്റി മറന്നു കളഞ്ഞു. ഓർമ്മിപ്പിക്കാൻ എന്ന വണ്ണം ഒരു പ്രഭാതത്തിൽ റോസിന്റെ വളരുന്ന കമ്പ് ഉടൽ നീളം കൂടിയ ചോദ്യചിഹ്നം പോലെ മുറിയിലേക്ക് തല നീട്ടുന്നത് കണ്ടു. അതിന്റെ തലയിൽ ഒരു കയറ് കെട്ടി ജനലിന്റെ ഏറ്റവും മുകളിലുള്ള കമ്പിയഴികളിൽ ബന്ധിച്ചു. റോസ് പടർന്നു പന്തലിച്ചു. അതിൽ ഒരു പക്ഷി കൂടുകെട്ടി. ഒരു ചെറിയ പക്ഷി, ഒരു അടക്കയുടെ വലിപ്പം പോലുമില്ല. നീണ്ട മൂക്ക്, ഒരു സൂചി പോലെ ഉടലോളം തന്നെ നീളമുള്ള കൂർത്ത മൂക്ക്. പക്ഷി മുട്ടയിട്ടു. 2 ചെറിയ മുട്ടകൾ. എന്നും മേശക്കരികിൽ നിന്നുകൊണ്ട് ഞാൻ പക്ഷിക്കൂട് നോക്കും. മുട്ടകൾ വിരിഞ്ഞു. തള്ളപ്പക്ഷി കൂടിനരികിൽ പറന്നു നിന്നുകൊണ്ട് അകത്ത് വായും പൊളിച്ചിരിക്കുന്ന നിസ്സഹായരായ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു പോന്നു. വയറിലും ചിറകിന്റെ അടിഭാഗത്തിലും മഞ്ഞ നിറമുള്ള തള്ളപ്പക്ഷി. അങ്ങനെ കൂടിന്റെ ദ്വാരത്തിനരികിൽ ചിറകടിച്ചു നിൽക്കുമ്പോൾ എനിക്കും തോന്നും അതൊരു പുതിയ തരം ഹെലികോപ്റ്ററിന്റെ മോഡലാണെന്ന്. അങ്ങനെ 2 തവണ പക്ഷി കൂട് കിട്ടി, മുട്ട വിരിച്ചു. ലബോറട്ടറിയിലെ അപകടത്തിന് മുമ്പ് പക്ഷി 3-മത്തെ തവണ റോസാക്കമ്പിൽ കൂട് കെട്ടിയിരുന്നു. ഞാൻ ജനലിനരികിൽ നിന്നുകൊണ്ട് വെളിയിലേക്ക് നോക്കി. കൂട് പൊളിച്ചിരിക്കുന്നു. അകത്തൊന്നുമില്ല. കൂടിന്റെ വൈക്കോൽ തുരുമ്പുകളും കരിയില കഷ്ണങ്ങളും ഒറ്റതിരിഞ്ഞു ദ്രവിച്ചിരിക്കുന്നു. അടുത്തുള്ള കുട്ടികൾ ആരെങ്കിലും കൂട്ടിൽ കൈയിട്ടുവോ? മുട്ടകൾ ഉണ്ടായിരുന്നോ? ഇനി പക്ഷി ഇവിടെ കൂടുകെട്ടാൻ വരുമോ? വരികയില്ലെന്ന് വിചാരിച്ചപ്പോൾ ലേശം ദുഃഖം തോന്നി. ആ പക്ഷിയും കൂടും പല പ്രഭാതങ്ങളിലും എന്റെ കൂട്ടുകാരായിരുന്നു. സമയം ചിലവാക്കാൻ സഹായിച്ചിരുന്ന ചങ്ങാതിമാർ. എന്തോ വന്ന് കാലിൽ നക്കിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അടുത്ത വീട്ടിലെ അനന്തന്റെ പോമറേനിയൻ പട്ടി. ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുകയാണ് അനന്തൻ. മരുന്ന് വിൽപ്പന കഴിഞ്ഞാൽ പ്രധാന തൊഴിൽ നായ്ക്കളെ വളർത്തുകയാണ്. 2 എണ്ണമുണ്ട്. ഒന്ന് കറുത്തു കൊഴുത്ത ഒരു അൽസേഷ്യൻ ബ്രൂണോ. രണ്ടാമത്തേത് ഈ പോമറേനിയനാണ്, ജൂഡി. അൽസേഷ്യൻ ഇങ്ങോട്ട് കടക്കാറില്ല. പക്ഷെ ജൂഡി നിത്യ സന്ദർശകയാണ്. നേരെ വന്ന് എന്റെ മടിയിൽ ചുരുണ്ടുകൂടും. വെള്ള രോമങ്ങൾക്കിടയിൽ നിന്നും കുസൃതി നിറഞ്ഞ കറുത്ത മൂക്കിൻ തുമ്പും ആരാധന നിറഞ്ഞ വലിയ കണ്ണുകളും കാണാം. ഞാൻ കുനിഞ്ഞുകൊണ്ട് ജൂഡിയെ വാരിയെടുത്തു. ജൂഡി താഴ്ചാടി. എൽപ്പ് 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 എൽപ്പ്. കുറെ നേരം എന്നെ നോക്കി കൊണ്ട് അവൾ കുരച്ചു. നിനക്കെന്നെ മനസ്സിലായില്ലേ ജൂഡി? ഞാൻ തന്നെ. എന്റെ ബാൻഡേജ് കണ്ട് നീ അങ്ങ് ഭയന്നോ? ഞാൻ ജൂഡിയോട് സംസാരിച്ചു. ഓരോ വാക്കും മനസ്സിലായിട്ടെന്ന വണ്ണം ജൂഡി മുന്നോട്ട് വന്നു. വാലാട്ടിക്കൊണ്ട് എന്റെ പാദങ്ങൾ അവൾ തുടരെ നക്കി. എന്തൊരു സ്നേഹമാണ് ഈ മൃഗത്തിന്. ആശുപത്രിയിൽ ഞാൻ കിടന്നിരുന്നപ്പോൾ ജൂഡി ഇവിടെ പതിവായി വന്നിരിക്കാം. മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് നായയാണെന്ന് ആദ്യമായി പറഞ്ഞയാൾ ഒരു വലിയ സത്യവും കണ്ടെത്തുകയായിരുന്നു. ജൂഡിക്ക് സ്നേഹിക്കാനേ അറിയാവൂ എന്ന് ഞാൻ ഓർമ്മിച്ചു. അവൾക്ക് സഹതപിക്കാൻ അറിഞ്ഞുകൂടാ. മറ്റെല്ലാവർക്കും സഹതാപമാണ് നൽകാനുള്ളത്. ആശുപത്രിയിൽ കൂടെ കൂടെ വന്നിരുന്ന കോളേജിലെ സഹപ്രവർത്തകരും അനന്തനും എന്നോട് സഹതപിച്ചു.
അവരുടെ സഹതാപം എന്നെ വല്ലാതെ തളർത്തി. ലബോറട്ടറിയിലെ അപകടത്തിന് മുൻപ് ഞാൻ കോളേജ് സ്റ്റാഫിലെ ഏറ്റവും സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നുവല്ലോ. പെൺകുട്ടികൾക്കെല്ലാം എന്നെ ചൊല്ലിയുള്ള കമ്പം എത്ര കലശലായിരുന്നു. ചെറുപ്പക്കാരായ എന്റെ സഹപ്രവർത്തകർക്ക് എന്നോട് അല്പം അസൂയ തോന്നിപ്പോന്നു. അത് സുഖകരമായ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ ആരോടും വമ്പ് പറഞ്ഞില്ല. ഒതുങ്ങി നടന്നു, കരുതി നടന്നു. റൊമാൻസ് അല്ല, കെമിസ്ട്രിയാണ് എന്റെ തൊഴിൽ എന്ന് എപ്പോഴും ഓർമ്മിച്ചിരുന്നു. എങ്കിലും രക്ഷപ്പെടാനായില്ല. ഒരു കാമുകിയുണ്ടായി. ലിറ്ററേച്ചർ ഓണേഴ്സിന് പഠിക്കുന്ന വിജയലക്ഷ്മി. ഒരിക്കൽ പോലും അവൾ എന്നെ കാണാൻ ആശുപത്രിയിൽ വന്നില്ല. മറ്റു പെൺകുട്ടികളുടെ നാവിന് ഭയന്നാവുമെന്ന് ഞാൻ കരുതി. വിജയലക്ഷ്മിക്കും സഹതാപം നൽകാനുണ്ടാവും. വരാനിരിക്കുന്ന എന്റെ വൈരൂപ്യത്തെ ഓർത്ത് എല്ലാവരും മുൻകൂട്ടി സഹതപിക്കുന്നു. ബാൻഡേജുകൾ അഴിക്കുമ്പോൾ മുഖം എങ്ങനെയിരിക്കും? മൂക്കിന്റെ പാലത്തിന്റെ സൂചി കുത്തുന്ന പോലുള്ള വേദന ഉയരുന്നത് എന്തുകൊണ്ടാണ്? ഇടത് കവിളില് എഴുന്നു നിൽക്കുമോ? മിനുസവും ചുവപ്പ് നിറവുമുള്ള നേർത്ത തോലുകൊണ്ട് പൊതിഞ്ഞ തലയോട് പോലെ ആവുമോ എന്റെ മുഖം? മുഖത്തിന്റെ ഒരു വശമെങ്കിലും. മുഖം അവസാനമായി അനാവരണം ചെയ്യുമ്പോൾ വിജയലക്ഷ്മി എന്റെ സൗന്ദര്യത്തിന്റെ പട്ടട കാണും. കണ്ടാൽ എന്തു സംഭവിക്കും? അവൾ തിരിഞ്ഞോടുമോ? വേദനിപ്പിക്കുന്ന ചിന്തയായിരുന്നു അത്. മാമ്പഴത്തെ പറ്റിയാണ് കവികൾ പാടുന്നത്, മാങ്ങയണ്ടിയെ പറ്റിയല്ല. പ്രേമവും കവിതയും തോഴന്മാരാണ്. എന്റെ മുഖം ആസിട്ട് ചവച്ചു തുപ്പിയ മാങ്ങയണ്ടി പോലെ ആവുമ്പോൾ വിജയലക്ഷ്മി കൂടെ നിൽക്കുമോ? കവികൾ പാടാറുള്ള അനശ്വര പ്രണയം ജീവിതത്തിലുണ്ടോ? പ്രണയം മാംസനിബിദ്ധമല്ലേ? വിജയലക്ഷ്മിയെ എന്നോട് അടുപ്പിച്ചത് എന്റെ തൊലിപ്പുറമേയുള്ള സൗന്ദര്യമല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് കെട്ടുകൾ അഴിക്കേണ്ട ദിവസമായി. ഞാൻ ആശുപത്രിയിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു, ബി ബ്രേവ് ശ്രീനിവാസൻ, ധൈര്യമായിരിക്കണം. അപ്പോൾ മുഖത്തിന്റെ വൈരൂപ്യം അതിഭയങ്കരമായിരിക്കണം. ഡോക്ടർ ഒളിച്ചുകളി അവസാനിപ്പിച്ചിരിക്കുന്നു. ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പോലും ഞെട്ടിയെന്ന് തോന്നി. എന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഐ ആം സോറി ശ്രീനിവാസൻ, മുഖത്തിന്റെ പകുതി നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ധൈര്യമായിരിക്കൂ. ബ്യൂട്ടി ഈസ് ഓൺലി സ്കിൻ ഡീപ്പ്, പ്രത്യേകിച്ചും ഒരു പുരുഷന്. ഒന്നും പറയാതെ ഞാൻ വാഷ് ബേസിന് മുകളിൽ തറച്ചിരുന്ന വലിയ കണ്ണാടിയുടെ നേർക്ക് നടന്നു. അതിവികൃതമായ ഒരു മുഖം എന്നെ കണ്ണാടിയിൽ നിന്നും തുറിച്ചു നോക്കി. ഭയാനകമായ ബീഭത്സമായ ഒരു മുഖം. ഇടത് പുരികം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. പുരികമില്ലാത്ത കണ്ണ് മുന്നോട്ട് ചാടി നിൽക്കുന്നതായി തോന്നി. ഒരു ഞെട്ടിന്റെ അറ്റത്ത് പിടിപ്പിച്ചതുപോലെ. ഇടത് കവിൾ കാണാനില്ല. കവിളെല്ല് ചുവന്ന് നേർത്ത തൊലി പൊളിച്ച് ഏതു നിമിഷവും പുറത്തു ചാടിക്കളയുമെന്ന് വളർത്തി നിൽക്കുന്നു. കവിളിലെ മാംസം എന്നുവെച്ചാൽ മിച്ചമുള്ള മാംസം ഉരുകി ഒലിച്ച ഒരു മെഴുകുതിരിയെ അനുസ്മരിപ്പിക്കുന്നു. മുഖം ആകപ്പാടെ വലതുഭാഗത്തേക്ക് കോടിപ്പോയിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞത് ശരിയായിരുന്നില്ല. മുഖം പകുതി മാത്രമല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, മൂക്കിന്റെ പാലം തകർന്നിരിക്കുന്നു. പൊട്ടിയ എല്ലു കൂടുമായിരിക്കും, എങ്കിലും ആ മൂക്ക് ഇനി ഒരിക്കലും ഉയരുകയില്ല. അത് എന്നേക്കുമായി ചതഞ്ഞു പോയിരിക്കുന്നു. വലത് കവിൾത്തടത്തിൽ പൊള്ളൽ ഉണങ്ങിയിട്ടുണ്ട്, വടുക്കളില്ല. അങ്ങിങ്ങ് ചുവന്ന പൊട്ടലുകളുണ്ട്. ആ നിറം മാറിക്കോളും. മൂക്ക് ചതഞ്ഞില്ലായിരുന്നുവെങ്കിൽ പകുതി മുഖമെങ്കിലും മിച്ചം കിട്ടിയേനെ. ഇപ്പോൾ എനിക്ക് മനുഷ്യന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. കരയണമെന്ന് തോന്നി, കണ്ണുനീർ വന്നില്ല. കണ്ണാടിയിൽ കണ്ട മുഖം ശരീരത്തിന്റെ ഓരോ സെല്ലിലും ആഘാതം ഏൽപ്പിച്ചു കളഞ്ഞു. കണ്ണുനീർ ഗ്രന്ഥികളിലും. മുഖം നഷ്ടപ്പെട്ട ഞാൻ വീട്ടിലേക്ക് മടങ്ങി. കുറെ ആഴ്ചകൾ കൂടി അവധിയെടുത്തു. ഈ മുഖം എങ്ങനെ വെളിയിൽ കാണിക്കും? എങ്ങനെ ഇനി കോളേജിൽ പോകും? എങ്ങനെ കുട്ടികളെ നോക്കും? നാട് വിട്ടു പോയാലെന്ന് പോലും ചിന്തിച്ചു. എവിടെ പോകാനാണ്? എന്തിൽ നിന്ന് ഒളിച്ചോടാനാണ്? വികൃതമായ മുഖത്തു നിന്നും ഒളിച്ചോടുക സാധ്യമാണോ? കണ്ണാടിയിൽ നോക്കാതെ കഴിയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ തന്നെ മറ്റുള്ളവരെ കാണാതെ ജീവിക്കുന്നത് എങ്ങനെ? എന്റെ മുഖം കാണുമ്പോൾ ആളുകൾ ഞെട്ടും, ചിലർ സഹതപിക്കും, മറ്റു ചിലർ വെറുപ്പ് പ്രകടിപ്പിക്കും. വികാരം എന്തായാലും അവരുടെ മുഖങ്ങളിൽ അത് നീളിക്കും. അങ്ങനെ ലോകത്തുള്ളവരെല്ലാം എന്റെ കണ്ണാടികളായി മാറും. എങ്കിലും ഒറ്റക്ക് ഒതുങ്ങി ജീവിക്കാൻ കഴിയും. ടെന്നീസ് കോർട്ടിൽ പോകേണ്ട. എത്രയോ കാലമായി ഞാൻ കോളേജിലെ ഒന്നാം കിട ടെന്നീസ് കളിക്കാരനാണ്. ഈ മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് ആ വേഷം ഇനി ആടാൻ വയ്യ. നാടകവേദിയുമായുള്ള ബന്ധവും അവസാനിപ്പിക്കാം. ഓ, അല്ലെങ്കിലും ഇനി ആരെ വിളിക്കാനാണ് കഥാനായകന്റെ ഭാഗം അഭിനയിക്കാൻ? ഞാൻ ആശങ്കയോടെ കാത്തിരുന്നു. വിജയലക്ഷ്മി വന്നില്ല. ബുദ്ധി പറഞ്ഞു വിജയലക്ഷ്മി ഇനി വരികയില്ലെന്ന്. എങ്കിലും ഹൃദയം മന്ത്രിച്ചു, അവൾ വരും. കഴിഞ്ഞ കാലം അവൾക്ക് മറക്കാനാകുമോ? നീണ്ട ദിവസങ്ങൾ കടന്നുപോയി. എന്റെ ക്ഷമ നശിച്ചു. എന്തേ അവൾ വരാത്തത്? തേടിച്ചെന്നാലോ? ഒടുവിൽ ഞാൻ അവളെ അന്വേഷിച്ച് തേടിച്ചെന്നു. കോളേജ് വളപ്പിലെ മാഞ്ചുപട്ടിൽ ഞാൻ കാത്തുനിന്നു. അധിക നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഒരു സംഘം പെൺകുട്ടികളുടെ പൊട്ടിച്ചിരി കേട്ടു. മുൻപിൽ വിജയലക്ഷ്മിയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷി എന്ന നോവലിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുമുമ്പ് എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. അപ്പോൾ ഇതിന്റെ അടുത്ത ഭാഗവുമായി വരുന്നതുവരെയും ബൈ.